ഹലോ വെൽക്കം ടു ഓൾ. ഞാനിന്നിവിടെ എടുക്കുന്നത് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓപ്ഷൻ പ്രൈസിംഗ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഓപ്ഷൻ പ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. ഒരു ഓപ്ഷൻ പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ അതിന് മെയിനായിട്ടും ഒരു 6 ഫാക്ടേഴ്സ് ആണ് അഫക്റ്റ് ചെയ്യുന്നത്. കറണ്ട് പ്രൈസ്, അതുപോലെ തന്നെ എക്സൈസ് പ്രൈസ്, ടൈം ടു എക്സ്പയറേഷൻ, ദെൻ വൊളൈറ്റിലിറ്റി ഓർ വാരിയബിലിറ്റി ഓഫ് ദ പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക്, ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്, ഡിവിഡൻഡ്. ഇത്തരത്തിലുള്ള 6 ഫാക്ടേഴ്സ് ആണ് ഓപ്ഷൻ പ്രൈസിംഗിന്റെ ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ദെൻ ഫസ്റ്റ് വരുന്ന ഫാക്ടറാണ് കറണ്ട് പ്രൈസ് ഓർ പ്രൈസ് ഓഫ് അണ്ടർലൈങ് പ്രൈസ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് when the price of the underlying or current price of the asset changes, the price value of the option also changes. ഇപ്പോൾ അണ്ടർലൈങ് അല്ലെങ്കിൽ കറണ്ട് പ്രൈസ് ഓഫ് അസറ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷന്റെ പ്രൈസിൽ എന്ത് ചെയ്യുന്നുണ്ടാവുന്നത് അല്ലെങ്കിൽ ഓപ്ഷന്റെ വാല്യൂവിൽ എന്ത് ഉണ്ടാവും, ഓൾസോ ചേഞ്ചസ് വരുന്നുണ്ട്. The price of the call option is determined by the differential of S and E. ഇവിടെ S എന്ന് പറഞ്ഞാൽ കറണ്ട് പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് ഓഫ് അണ്ടർലൈങ് ആണ്. ഇ എന്ന് പറഞ്ഞാൽ എക്സൈസ് പ്രൈസ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രൈസ് ഓഫ് ദ കോൾ ഓപ്ഷന്റെ പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എസ് ആൻഡ് ഇ. കറണ്ട് പ്രൈസും എക്സൈസ് പ്രൈസും തമ്മിൽ ഡിഫറൻഷ്യലിന്റെ ബേസിസിലായിരിക്കും പ്രൈസ് ഓഫ് ദ കോൾ ഓപ്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഹയർ ദ അസറ്റ് പ്രൈസ്, ഹയർ ദ ഡിഫറൻഷ്യൽ ആൻഡ് ഹെൻസ് ദ പ്രൈസ് ഓഫ് വാല്യൂ ഓഫ് ദ കോൾ. ഇപ്പോൾ അസറ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വെച്ച് അതെന്താണ്, ഈ എസ് ആൻഡ് ഇ തമ്മിലെ ഡിഫറൻഷ്യലും ഓൾസോ ഇൻക്രീസ് ചെയ്യും. ഇത് എന്ത് ഉണ്ടാക്കുന്നുണ്ട്? കോൾ ഓപ്ഷന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. മോർ വാല്യൂബിൾ വെൻ ദ സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ആൻഡ് ലെസ് വാല്യൂബിൾ വെൻ ഇറ്റ് ഡിക്രീസ്. അതുകൊണ്ട് തന്നെ ഒരു കോൾ ഓപ്ഷൻ എപ്പോഴാണ് കൂടുതൽ വാല്യൂ ആവുന്നത്? എപ്പോഴാണോ സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ആവുന്നത് അപ്പോൾ കോൾ ഓപ്ഷന്റെ വാല്യൂ കൂടുകയും, വെൻ ദ സ്റ്റോക്ക് പ്രൈസ് ഡിക്രീസ് ആവുന്നത് എപ്പോഴാണോ അപ്പോൾ കോൾ ഓപ്ഷന്റെ വാല്യൂ അല്ലെങ്കിൽ പ്രൈസ് ഡിക്രീസ് ആവുകയും ചെയ്യുന്നുണ്ട്. As the current stock price goes up, higher the probability that in call up will in the money. ഒരു കറണ്ട് സ്റ്റോക്ക് പ്രൈസ് goes up കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ എന്താണ്, ഇൻ ദ മണി ക്രിയേറ്റ് ചെയ്യാനാണ് പ്രോബബിലിറ്റി വരുന്നത്. മോസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ബൈ എ കോൾ ഓപ്ഷൻ ടു ഗെറ്റ് ബെനിഫിറ്റ് ഫ്രം ദ പ്രൈസ് റൈസ്. കൂടുതലായിട്ട് ഇൻവെസ്റ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് കോൾ ഓപ്ഷൻ എടുക്കുന്നത്? പ്രൈസ് റൈസിലുള്ള റിസ്കിന് എഗെയിൻസ്റ്റ് ആണ് എടുക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റിൻ്റെതായിട്ടുള്ള രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, കോൾ ഓപ്ഷൻ എടുക്കുന്നുണ്ടാവും. ഇത് കോൾ ഓപ്ഷന്റെ കേസ്. ഇനി പുട്ട് ഓപ്ഷന്റെ കേസിൽ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ, for a put option the payoff or intrinsic value is the difference between exercise price and stock price. നമ്മൾ നേരത്തെ പറഞ്ഞ കോൾ ഓപ്ഷനിൽ എന്തായിരുന്നു അതിന്റെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? എസ് ആൻഡ് ഇ, എസും ഇയും തമ്മിൽ ഡിഫറൻസ് ആയി. ദാറ്റ് മീൻസ് കറണ്ട് പ്രൈസും എക്സൈസ് പ്രൈസും തമ്മിൽ ഡിഫറൻഷ്യലായിരുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്, എക്സൈസ് പ്രൈസും സ്റ്റോക്ക് പ്രൈസും തമ്മിൽ ഡിഫറൻഷ്യലായിരിക്കും ഇൻട്രിൻസിക് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഹയർ സ്റ്റോക്ക് പ്രൈസ് ഫോർ എ ഗിവൺ എക്സൈസ് പ്രൈസ്, ദ ലോവർ വിൽ ബി ദ പ്രൈസ് ഓഫ് ദ ഓപ്ഷൻ. ഇവിടെ നേരെ തിരിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കോൾ ഓപ്ഷനിൽ സ്റ്റോക്കിന്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ കോൾ ഓപ്ഷന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടെ സ്റ്റോക്കിന്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ എന്താണ്, പുട്ട് ഓപ്ഷന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഇൻ അതർ വൈസ് വേഴ്സ് തന്നെ കോൾ ഓപ്ഷന്റെ വാല്യൂ കുറയുകയാണെങ്കിൽ പുട്ട് ഓപ്ഷന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പുട്ട് ഓപ്ഷൻ നമ്മൾ എന്തിനു വേണ്ടി എടുക്കുന്നത്? പ്രൈസ് ഫോൾ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു റിസ്കിന്റെ പുറത്ത് എടുക്കുന്നതാണ് നമ്മൾ പുട്ട് ഓപ്ഷൻ. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങളാണ് കറണ്ട് പ്രൈസിൽ വരുന്നത്. ദ നെക്സ്റ്റ് വരുന്ന ഫാക്ടറാണ് എക്സൈസ് പ്രൈസ്. ദ ഇമ്പാക്ട് ഓഫ് എക്സൈസ് പ്രൈസ് ഓൺ ദ വാല്യൂ ഓഫ് ഓപ്ഷൻ ഓപ്പോസിറ്റ് ടു ദ സ്പോട്ട് പ്രൈസ്. ഈ ഒരു എക്സൈസ് പ്രൈസിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് നമ്മളിപ്പോൾ കറണ്ട് പ്രൈസിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. Higher the excise price, lower the value of call option. As the excise price goes up, chance of that share price will be exceed and it become lesser and lesser. With increase in the excise price, call option become more and more out of the money. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞു കറണ്ട് പ്രൈസ് അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ എന്ത് ചെയ്യും, വാല്യൂ കൂടും, കോൾ ഓപ്ഷൻ ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ എക്സൈസ് പ്രൈസ് ഇൻക്രീസ് ആകുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, അതിന്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. കോൾ ഓപ്ഷന്റെ വാല്യൂ കുറയുന്നു, അത് ഔട്ട് ഓഫ് ദ മണി ആവാനുള്ള ചാൻസ് ആയിട്ടാണ് വരുന്നത്. ഇത് കോൾ ഓപ്ഷന്റെ കേസ്. ഇനിയിപ്പോൾ ഇത് പുട്ട് ഓപ്ഷന്റെ കേസ് ആണെങ്കിൽ നേരെ എങ്ങനെയായിരിക്കും, എക്സൈസ് പ്രൈസ് കൂടുമ്പോൾ പുട്ട് ഓപ്ഷന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എക്സൈസ് പ്രൈസ് കുറയുകയാണെങ്കിൽ പുട്ട് ഓപ്ഷന്റെ വാല്യൂ അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പുട്ട് ഓപ്ഷൻ്റെയും കോൾ ഓപ്ഷനും 2 രീതിയിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് എക്സൈസ് പ്രൈസിലും വരുന്നത്, കറണ്ട് പ്രൈസിലും അവർ പരസ്പരം ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നുണ്ടാവുക. ദ നെക്സ്റ്റ് വരുന്ന പോയിന്റ് ആണ് ടൈം ടു എക്സ്പയറേഷൻ. Generally both calls and puts will be benefit increase the time left for expiry. ഈ കോൾ ഓപ്ഷൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ ആയിക്കോട്ടെ എത്ര കൂടുതൽ സമയം കിട്ടുന്നു, എക്സ്പയറേഷൻ ടൈം കിട്ടുന്നു, അത് അവർക്ക് തന്നെ എന്താണ്, ബെനിഫിറ്റ് ആയിട്ടാണ് വരുന്നത്. The reason that there is a more time for big movement in the stock price. കാരണം എന്താണ്, സ്റ്റോക്ക് പ്രൈസിൽ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് സംഭവിക്കാം. ഒരുപാട് ടൈം കിട്ടി ഒരുപാട് മൂവ്മെന്റ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്.
വിത്ത് മോർ ടൈം അവൈലബിൾ ദർ വുഡ് ബി ഗ്രേറ്റർ ചാൻസ് ഓഫ് അച്ചീവിങ് എക്സൈസ് പ്രൈസ്. ഇത്തരത്തിൽ ഒരുപാട് ടൈം നമുക്ക് അവൈലബിൾ ആയി കിട്ടുകയാണെങ്കിൽ എക്സൈസ് പ്രൈസ് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പോൾ ചാൻസ് കൂടുതലാണ്. Then the option with a longer life will be valued more than option with a short life. ഒരു ഓപ്ഷന് ഒരു ഷോർട്ട് ലൈഫും ലോങ് ലൈഫും ഉണ്ടെന്ന് വെച്ചാൽ കമ്പയർ ചെയ്താൽ ആ ലോങ് ലൈഫ് തന്നെയായിരിക്കും എപ്പോഴും എന്താ ഉണ്ടാവും കൂടുതലായിട്ട് വാല്യൂ തരുന്നത് ഷോർട്ട് ലൈഫിനേക്കാൾ. ദർ ഈസ് എ ഗ്രേറ്റർ ചാൻസ് ഓഫ് പ്രൈസ് ഗോയിങ് എബവ് കോൾ ഓപ്ഷൻ ആൻഡ് ഫോളിങ് ബിലോ. ബിക്കോസ് എന്താണ് ഈ ഒരു ഒരുപാട് ചാൻസ് ആണ് ഈ കോൾ ഓപ്ഷൻ്റെ വില കൂടാനും അതിന് ഓപ്ഷൻ്റെ വില കുറയാനുമായിട്ടുള്ള ചാൻസ്. കോൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ പ്രൈസ് കൂടുതലാവാനുള്ള ചാൻസും പുട്ട് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ പ്രൈസ് ഫോൾ ചെയ്യാനുള്ള ചാൻസും ആണ് പറയുന്നത്. അതെന്താണ് ഗ്രേറ്റർ ആയിട്ടുള്ള ചാൻസ് വരുന്നതുകൊണ്ട് തന്നെ ലോങ് ലൈഫ് എന്താണ് കൂടുതലായിട്ട് വാല്യൂ കൊടുക്കുന്നതാവും. കൺവേഴ്സ്ലി ലെസ് ടൈം അവൈലബിൾ വിൽ മേക്ക് ഓപ്പോസിറ്റ് ലെസ് വാല്യൂബിൾ. അതുപോലെ തന്നെ ലെസ് ടൈമേ കിട്ടുന്നുള്ളെങ്കിൽ എന്താണ് അവർക്ക് ഓപ്ഷൻസിൽ ലെസ് വാല്യൂബിളേ വരുന്നുണ്ടാവുള്ളൂ. Then therefore a call or put of 3 months will be cost more than the call or put with expiry in 1. അതുകൊണ്ട് തന്നെ ഈ 3 month ഉള്ള ഒരു കോൾ ഓർ പുട്ട് ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു 1 month ഉള്ള കോൾ ഓർ പുട്ട് ഓപ്ഷൻ ഒക്കെ കൂടുതലായിട്ട് എക്സ്പെൻസീവ് ആകുന്നത് ഏതായിരിക്കും 3 month ഉള്ളതായിരിക്കും. കാരണം എത്ര സമയം കൂടുന്നോ അതിൽ മാത്രം വാല്യൂ കൂടുതലായിട്ടാവും കിട്ടുന്നുണ്ടാവുക. അതാണ് എക്സൈസ് പ്രൈസ് എന്നുള്ള ഫാക്ടറിൽ പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഫാക്ടറാണ് വൊളറ്റിലിറ്റി ഓർ വാരിയബിലിറ്റി ഓഫ് ദ പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക്. A major factor affecting the price of option is volatility or variability of the price. The volatility is the degree to which price of a stock or stock index tends to fluctuate over a time. ഒരു വൊളറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഡിഗ്രി ടു വിച്ച് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്ലക്ച്വേറ്റ് ആവാൻ ഓരോ ടൈം ഫ്ലക്ച്വേറ്റ് ആവാനുള്ള ചാൻസ് ഡിഗ്രീനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വൊളറ്റിലിറ്റി അല്ലെങ്കിൽ വാരിയബിലിറ്റി എന്ന് പറയുന്നത്. It represents the uncertainty attached to the future movement of a stock price. നമുക്കറിയാം ഫ്യൂച്ചറിൽ സ്റ്റോക്കിന്റെ പ്രൈസ് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. എപ്പോൾ വേണമെങ്കിലും കൂടാം, എപ്പോൾ വേണമെങ്കിലും കുറയും ചെയ്യാം. സോ ഒരു അൺസർട്ടനിറ്റി അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യുന്നുണ്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഓൾറെഡി ഉള്ളതാണ്. When the underlying asset become more volatile, the price of both call and option will be increases. ഇപ്പോൾ ഒരു അണ്ടർലൈങ് അസറ്റ് കൂടുതലായിട്ടും വൊളൈറ്റൽ നേച്ചർ ആണെങ്കിൽ കോൾ ഓപ്ഷൻ്റെ അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ്റെയും പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ടാവും ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. The volatility increases the probability that a stock will do very well or very bad increases. The owner of the call benefit from the price increase but is downward risk limited because the maximum losses per options premium. Owner of the call benefit from price increases ആണ് ബെനിഫിറ്റ് ആവുന്നത്. Similarly, the owner of a put option benefit from decrease in the stock price ലാണ് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക ബെനിഫിറ്റ് വരുന്നുണ്ടാവുക. Thus the value of both call and put increases with the increase in volatility. അതുകൊണ്ട് തന്നെ ഒരു കോൾ ഓപ്ഷൻ ആയിക്കോട്ടെ പുട്ട് ഓപ്ഷൻ ആയിക്കോട്ടെ അവരുടെ വാല്യൂ ഇൻക്രീസ് ആവുക എപ്പോഴാണ് അതിൻ്റെ വൊളൈറ്റിലിറ്റി എത്രമാത്രം വൊളൈറ്റൽ ആവുന്നത് ഇൻക്രീസ് ആവുന്നു അതിനനുസരിച്ചിട്ടാണ് വാല്യൂ ഇൻക്രീസ് ആവുന്നത്. Then the buyer of the option receives full benefit of favorable outcomes but avoids unfavorable one. Buyer of the option എന്ത് റിസീവ് ചെയ്യുന്നത് ഫുൾ ഫേവറബിൾ ഔട്ട്കംസ് എന്നാണ് അവർ ഫുൾ ആയിട്ടുള്ള ബെനിഫിറ്റ് റിസീവ് ചെയ്യുന്നത്. ഹയർ വൊളൈറ്റിലിറ്റി ഇൻക്രീസ് ദ ചാൻസ് ഓഫ് എൻ ഓപ്ഷൻ ഗോയിങ് ഇൻ ദ മണി. ഹയർ ആയിട്ടുള്ള വൊളൈറ്റിലിറ്റി എന്താണ് ചാൻസ് ഇൻ ദ മണി ക്രിയേറ്റ് ചെയ്യാനാണ് കൂടുതലായിട്ടും ചാൻസ് ഉണ്ടാവുന്നത്. It increases the risk to the option seller. As a result, higher volatility make the option both call and put more expensive. അതുകൊണ്ട് തന്നെ ഹയർ വൊളാറ്റിലിറ്റി കൂടുതലായിട്ടും ഇതിനെ ഓപ്ഷന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അത് എന്തായിട്ട് മാറുന്നുണ്ട് ഓപ്ഷൻ എക്സ്പെൻസീവ് ആവാനായിട്ടും ഈ ഒരു ഹയർ വൊളാറ്റിലിറ്റി കാരണമാവുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന ഫാക്ടറാണ് ഇൻട്രസ്റ്റ് റേറ്റ്. Interest rate also affect the option price. The higher interest rate lower the present value of exercise price. Interest rate higher ആയിട്ടുള്ള interest rate എന്ത് ചെയ്യുന്നുണ്ട് lower the present value of exercise price lower ആക്കുന്നുണ്ട്. As a result the value of the call increases and value of the put will decreases. കോൾ ഓപ്ഷൻ ഇൻക്രീസ് കോൾ ഓപ്ഷൻ്റെ വാല്യൂ ഇൻക്രീസ് ആവണമെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ അവിടെ ഡിക്രീസ് ആവുന്നുണ്ട്. ദ ഡിക്രീസ് ഇൻ ദ പ്രസന്റ് വാല്യൂ ഓഫ് എക്സൈസ് പ്രൈസ് വിൽ അഡ്വേഴ്സ്ലി അഫക്ട് ദ പ്രൈസ് ഓഫ് പുട്ട് ഓപ്ഷൻ. അതുപോലെ തന്നെയാണ് ഈ പ്രസന്റ് വാല്യൂ ഓഫ് എക്സൈസ് പ്രൈസിൽ ഉണ്ടാകുന്ന പ്രസന്റ് വാല്യൂവിൽ ഉണ്ടാകുന്ന ഡിക്രീസ് അഡ്വേഴ്സ്ലി എന്ത് ചെയ്യുന്നുണ്ട് പ്രൈസ് ഓഫ് പുട്ട് ഓപ്ഷനിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓൾ അതർ ഫാക്ടർ റിമൈനിങ് കോൺസ്റ്റന്റ് മറ്റ് ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആയി നിൽക്കുകയാണ്. ദ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഗ്രേറ്റർ കോസ്റ്റ് ഓഫ് ബൈങ് ആൻഡ് അണ്ടർലൈങ് അസറ്റ് ആൻഡ് ക്യാരിയിങ് ടു ദ ഫ്യൂച്ചർ. That means the higher interest rate and the greater cost of buying underlying നല്ല ഹയർ ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ തന്നെ ഗ്രേറ്റർ കോസ്റ്റ് ആവുന്നുണ്ട് ബൈങ് അണ്ടർലൈങ് അസറ്റ് ആൻഡ് ക്യാരി ടു ദ ഫ്യൂച്ചറിലേക്ക് ക്യാരി ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട് കോസ്റ്റ് ഓഫ് ബൈങ്ങും അവിടെ കൂടുതലാവുന്നുണ്ട് ഗ്രേറ്റർ ആവുന്നുണ്ട്. ഹെൻസ് ദ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ദ ഗ്രേറ്റർ പ്രൈസ് ഓഫ് കോൾ ഓപ്ഷൻ. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോൾ ഹയർ ആവുന്നോ കോൾ ഓപ്ഷൻ്റെ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കൂടുന്നുണ്ട്. അതാണ് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന ലാസ്റ്റത്തെ ഫാക്ടറാണ് ഡിവിഡൻഡ്.
Benefit of ownership accrue only the holder of the asset and not to the holder of derivative. When the dividend are paid, the value of the asset in the market, that means spot price, decreases by equivalent amount. Dividend pay ചെയ്യുന്നുണ്ടെങ്കിൽ, when the dividend are paid ആണെങ്കിൽ വാല്യൂ ഓഫ് ദ അസറ്റ് ഇൻ മാർക്കറ്റിലെ വാല്യൂ ഓഫ് ദ അസറ്റ്, ദാറ്റ് മീൻസ് സ്പോട്ട് പ്രൈസ് ഡിക്രീസ് ആവും, ഇക്വലന്റ് എമൗണ്ടിൽ ഡിക്രീസ് ആവുന്നു എന്നാണ് പറയുന്നത്. വിത്ത് എക്സ്പെക്ടഡ് ഡിക്ലൈൻ ഇൻ ദ സ്പോട്ട് പ്രൈസ്, ദ വാല്യൂ ഓഫ് കോൾ മസ്റ്റ് ഡിക്രീസ് ആൻഡ് ദ പുട്ട് മസ്റ്റ് ഇൻക്രീസ്. ഇത്തരത്തിലുള്ള എക്സ്പെക്ടഡ് ഡിക്ലൈൻ സ്പോട്ട് പ്രൈസിൽ ഉണ്ടാകുന്ന ഡിക്ലൈൻ മൂലം എന്തുണ്ടാവുന്നുണ്ട്, കറണ്ട് പ്രൈസിൽ ഡിക്ലൈൻ ഉണ്ടാവുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാല്യൂ ഓഫ് ദ കോൾ മസ്റ്റ് ഡിക്രീസ് ആൻഡ് പുട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസും ആവുന്നുണ്ട്. ഇറ്റ് വുഡ് ബി മോർ ബെനിഫിഷ്യൽ ടു ഹോൾഡ് ഇൻ ദ സ്റ്റോക്ക് ദാൻ ഹോൾഡ് ദ കോൾ. ഇത് കൂടുതലായിട്ടും ബെനിഫിഷ്യൽ എപ്പോഴാണ്, സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയാണ് കൂടുതലും. ഈ കോൾ ഹോൾഡ് ചെയ്യുന്നതിനൊക്കെ കൂടുതലായിട്ട് ബെനിഫിഷ്യൽ എപ്പോഴാണ് കിട്ടുന്നത്, നമ്മൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റിലാണ് ഇതിലൂടെ ഉണ്ടാവുന്നത്. The value of the call decreases with increased dividend. ഈ ഒരു ഡിവിഡൻഡ് എപ്പോൾ ഇൻക്രീസ്ഡ് ആവുന്നോ കോൾ എന്ത് ചെയ്യുന്നുണ്ട്, കോളിന്റെ വാല്യൂ ഡിക്രീസ് ആവുന്നു എന്നാണ് പറയുന്നത്. ബട്ട് ദ വാല്യൂ ഓഫ് ദ പുട്ട് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഡിവിഡൻഡ്. പക്ഷേ ഡിവിഡൻഡ് എപ്പോൾ ഇൻക്രീസ് ആവുന്ന അത് പുട്ട് ഓപ്ഷനിൽ എന്തുണ്ടാവുന്നുണ്ട്, വാല്യൂ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ബിക്കോസ് ദ ഹോൾഡർ ഓഫ് ദ പുട്ട് ഓപ്ഷൻ റിട്ടൈൻ ദ ഓണർഷിപ്പ് ഓഫ് ദ അസറ്റിൽ എക്സൈസ് ആൻഡ് ഓൾ ബെനിഫിറ്റ് കീപ് അക്വയറിംഗ് ദ ഹോൾഡർ ഓഫ് ദ പുട്ട് ഓപ്ഷൻ ബിക്കോസ് ഇറ്റ് പെർസ്യൂ ദ ഓൺ ഓഫ് അണ്ടർലൈങ് അസറ്റ്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ്, പുട്ട് ഓപ്ഷൻ റിട്ടൈൻ ദ ഓണർഷിപ്പിൽ തന്നെ അയാൾ എന്ത് ചെയ്യുന്നു, നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ ഇതിൽ. ഡിവിഡൻഡ് കൂടുതലായിട്ട് വെൻ ദ ഡിവിഡൻഡ് ഇൻക്രീസ് ആകുമ്പോൾ കോൾ ഓപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ആവുന്നു, കോൾ ഓപ്ഷൻ്റെ വാല്യൂ ഡിക്രീസ് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ ഡിവിഡൻഡ് ഇൻക്രീസ് ആവണമെങ്കിൽ എന്താണ്, പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ ഇൻക്രീസ് ആവുന്നുണ്ട്. ഈ പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും തമ്മിൽ എപ്പോഴും ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്. അതാണ് ഇത്തരത്തിലുള്ള 6 ഫാക്ടറാണ് ഈ ഒരു ഓപ്ഷൻ പ്രൈസിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. Then next വരുന്ന ടോപ്പിക്കാണ് ഡിവിഡൻഡ് പോളിസി ആൻഡ് ദ വാല്യൂ ഓഫ് ദ ഫേം. ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. ദേ ആർ ദ സപ്ലയേഴ്സ് ഓഫ് ക്യാപിറ്റൽ ഇൻ ദ കമ്പനി. നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സ് ആണ് ഒരു കമ്പനിയിലെ ഓണേഴ്സ് എന്ന് പറയുന്നത്, അവരാണ് അവിടേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നാച്ചുറലി ദേ എക്സ്പെക്ട് സം റിട്ടേൺ ഓൺ ദെയർ ഇൻവെസ്റ്റ്മെന്റ്. ദ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ്മെന്റ്സ് കോൾഡ് ഡിവിഡൻഡ്. അത്തരത്തിൽ അവർ ക്യാപിറ്റൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേണിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെക്കമെൻഡ് ബൈ ദ ഡയറക്ടേഴ്സ് ഇൻ ദ ബോർഡ് മീറ്റിംഗ് ആൻഡ് ഡിക്ലെയർ ഇൻ ദ ജനറൽ മീറ്റിംഗിലാണ് അത് എന്ത് ചെയ്യുക, ഡിക്ലെയർ ചെയ്യുക, ഡിവിഡൻഡിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഡിക്ലെയർ ചെയ്യുന്നുണ്ടാവുക. മീനിങ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ ദ ഡിവിഡൻഡ് നമുക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട് ഇൻ ഇന്ത്യ, അക്കോർഡിംഗ് ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട് ഇന്ത്യ ഡിവിഡൻഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡിവിഡൻഡ് ഇസ് എ ഡിസ്ട്രിബ്യൂഷൻ ടു ഷെയർ ഹോൾഡേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ റിസർവ്സ് അവൈലബിൾ ഫോർ ദ പർപ്പസ്. ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഒരു ഏതിന് കൊടുക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ റിസർവ്സിന് കൊടുക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്, ഡിവിഡൻഡ് എന്ന് പറയുന്നത്. A firm earnings belong to shareholder. However, usually the entire earning will not be distributed to shareholders. The management has to decide what portion of earnings should be distributed. This is called a dividend decision. നമുക്കറിയാം ഒരു കമ്പനിയിൽ ഏർണിങ്സ് ഉണ്ടായിരിക്കും. ആ ഏർണിങ്സിന് എന്ത് ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അപ്പോൾ ഒരു കമ്പനി മൊത്തത്തിൽ ഏർണിങ്സ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടാവില്ല. ആ ഷെയർ ഹോൾഡേഴ്സിന് ഒരു കുറച്ച് ഭാഗം, ഒരു പോർഷൻ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക, ഏർണിങ്സിന് കുറച്ച് പോർഷൻ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ അവരെന്തായിരിക്കും കുറച്ച് റിട്ടേൺ ചെയ്ത് നിലനിർത്താം, ബിസിനസ്സിലെ വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലനിർത്താന്നുള്ള. അപ്പോൾ ആ കൊടുക്കുന്ന ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പോർഷനെ ആണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ദ ഡിവിഡൻഡ് ഡിസിഷൻ ഈസ് ആക്ച്വലി എ ചോയ്സ് മെയ്ഡ് ബൈ ദ മാനേജ്മെന്റ് ഓൺ ബിഹാഫ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് അബൌട്ട് വാട്ട് ടു ഡു വിത്ത് ഏർണിംഗ്സ്. തിയറിക്കലി ദർ ആർ ടു ആൾട്ടർനേറ്റീവ്. ഏർണിംഗ് ക്യാൻ ബി പെയ്ഡ് ഔട്ട് ഓഫ് ഡിവിഡൻസ് ഓർ റിട്ടേൺ റീഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഈ ഏർണിങ്സ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഏർണിങ്സ് നമ്മൾ 2 രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ അതിൽ തന്നെ നിലനിർത്തും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. The shareholders give dividend cash immediately. They can spend or reinvest it. ഈ ഒരു ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒന്നെങ്കിൽ അത് സ്പെൻഡ് ചെയ്യും, അവർക്ക് കിട്ടിയ ഡിവിഡൻഡ് സ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവർ അത് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. Current income is important to some investors because they need to live on it, on others to less. ഈ ഒരു കറണ്ട് ഇൻകം എന്ന് പറയുന്നത് എന്താണ്, ചില ഇൻവെസ്റ്റേഴ്സിന് അത് ഇമ്പോർട്ടൻ്റ് ആണ്, മറ്റുള്ളവർക്ക് എന്താണ് കുറച്ച് ഇമ്പോർട്ടൻസേ വരുന്നുള്ളൂ. അവർക്ക് ഈ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്ക് അവർ അത് അത്രമാത്രം ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യം ഉണ്ടാവില്ല. Then retaining earnings involves investing the money in the business project. Retaining ഈ ഏർണിങ്സ്, ഇപ്പോൾ ഡിവിഡൻഡിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഡിവിഡൻഡ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെ നമ്മുടെ ഏർണിങ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. റിട്ടൈൻഡ് ഏർണിങ്സ് എന്ന് പറയുമ്പോൾ നമ്മളത് നമ്മുടെ ബിസിനസ് പ്രോജക്ട്സിലും പുതുതായിട്ട് വേറൊരു ന്യൂ പ്രൊജക്റ്റ് തുടങ്ങാം, വേറൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം, പറഞ്ഞിട്ട് ബിസിനസ്സിൽ തന്നെ നിലനിർത്തുന്ന ഏർണിങ്സ് ആയിരിക്കും റിട്ടൈനിങ് ഏർണിങ്സ് എന്ന് പറയുന്നത്. That would increase the price of stock. The value of the stock holding increases. The produce deferred income shareholder. Usually a company distribute a portion of earning as a dividend and retain balance of reinvest. അപ്പോൾ ഒരു കമ്പനി യൂഷ്വലി എന്ത് ചെയ്യുന്നുണ്ട്,
അവരുടെ ഏണിങ്സിൻ്റെ ഒരു പോർഷൻ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, മറ്റു പോർഷൻ എന്താണ് ബിസിനസ്സിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലനിർത്തുന്നുണ്ട്. അപ്പോൾ ഒരു ഏണിങ്സിന് രണ്ട് രീതി വരുന്നുണ്ട്, റിട്ടയർഡ് ഏണിങ്സും വരുന്നുണ്ട്, ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്.